3:6. ഉലയിൽ സ്വർണം എന്നതുപോലെ അവിടുന്ന് അവനെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. നമുക്കറിയാം, മനുഷ്യരുടെ പാപത്തിന് പരിഹാരം എന്നതുപോലെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ ബലിയർപ്പിക്കുന്നത്. അതായത്, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ അതിന്റെ പരിഹാരമായി ദൈവത്തിന് മുമ്പിൽ നമ്മൾ ബലിയർപ്പിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുന്നു. അവിടുന്ന് ദഹനബലിയെ സ്വീകരിച്ചു എന്ന് പറയുന്നത് നമ്മൾ ശോധന ചെയ്യലാണ്. അതായത്, നമ്മുടെ കഷ്ടപ്പാടിലൂടെ നമ്മെ ദൈവം രൂപീകരിക്കുന്നതാണ്. അതാകട്ടെ ഉലയിൽ സ്വർണം എന്നതുപോലെയാണ്. സ്വർണം അതിന്റെ വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരിയേറെ തീയിൽ ഉള്ളിൽ കിടന്ന് ഉരുകി അതിന്റെ വേസ്റ്റ് മുഴുവൻ നീക്കിക്കളയുകയാണ്. അങ്ങനെ സ്വർണം വിശുദ്ധി ചെയ്യുന്നു. ദൈവം മനുഷ്യാത്മാക്കളെ വിശുദ്ധീകരിക്കുന്നു. ഒരുവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ പലപ്പോഴും വിശുദ്ധീകരിക്കാൻ വേണ്ടി വേദനിപ്പിക്കുന്നു. അങ്ങനെ വേദനിപ്പിക്കുമ്പോൾ ആണ് വാസ്തവത്തിൽ എന്റെ ആഗ്രഹങ്ങളെ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു, എന്റെ ഇഷ്ടത്തിൽ നിലനിൽക്കാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ആഗ്രഹത്തോട് ഞാൻ എത്രമാത്രം ചേരുന്നു, എതിർക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോൾ അതിനോട് എത്രമാത്രം സഹകരിക്കുന്നു എന്നതനുസരിച്ച് നാം എല്ലാവരും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി സ്വന്തമാകുന്നു. സ്തുതിയായിരിക്കട്ടെ.